ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിൽ വാദം പൂർത്തിയായി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയെ അറിയിച്ചു. നേരത്തെ കേസ് ഡയറി ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശിച്ചിരുന്നു. വാദം പൂർത്തിയായതോടെയാണ് നാളെ വിധി പറയുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയിലാണ് അല്പസമയം മുമ്പ് ഛത്തീസ്ഗഡിൽ അറസ്റ്റായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. ഈ കേസിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. വിധി നാളെ പറയും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി വാദം കേട്ട ശേഷം ഈ സമയത്ത് പ്രോസിക്യൂഷൻ എടുത്ത ചില നിലപാടുകളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയെ അറിയിച്ചത്. നേരത്തെ കേസ് ഡയറി ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഇന്ന് കോടതിയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ അങ്ങേക്ക് വ്യക്തമാണോ? എന്തായിരുന്നു അവിടെ പ്രോസിക്യൂഷന്റെ നിലപാട്? ഇന്ന് NIA കോടതി കേസ് പരിഗണിച്ച സമയത്ത് കൃത്യമായി പ്രതിഭാഗത്തിൽ, അതായത് സിസ്റ്റർമാരുടെ അഭിഭാഷകന് കൃത്യമായി ഈ സെക്ഷൻ 143(3) അതുപോലെ ആന്റി കൺവേർഷൻ ആക്ട് സെക്ഷൻ 4 ഉൾപ്പെടെ വളരെ കൃത്യമായി ഈ കുറ്റകൃത്യങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ നല്ല രീതിയിൽ NIA കോടതി സ്വാഭാവികമായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് NIA കോടതിയുടെ മുമ്പിൽ ഈ വിഷയം വരുന്നത്. NIA അന്വേഷിച്ച കേസല്ല, അത് മറ്റൊരു കോടതിയുടെ റെഫറൻസിൽ മാത്രം NIA കോടതിയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു തീരുമാനം നാളെ ഉണ്ടാകും കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്കായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ആ അമ്മമാർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.